നമസ്കാരം. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ കാശ് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടുന്ന സ്ഥലം എന്ന് പറയുന്നത് ATM സെൻറ്ററുകളാണ്. നമ്മുടെ കയ്യിൽ ATM കാർഡ് ഉണ്ടാവും, പണം ഉണ്ടാവും, ഗൂഗിൾ പേയിലും കാശ് ഉണ്ടാവും. പക്ഷേ ഇന്ന് പല ബിസിനസ്സുകാരും ഗൂഗിൾ പേനെ അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ഗൂഗിൾ പേയിൽ വരുന്ന ക്യാഷ് കംപ്ലീറ്റ് റെക്കോർഡിക്കലാണ്. ഇത് ബാങ്കിൽ കയറും. അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് ഫണ്ട് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പിന്നീട് അതെന്ത് ചെയ്യും, കൃത്യമായിട്ട് IT കാർ അത് അവരെ ക്യാച്ച് ചെയ്യും, ഇൻകം ടാക്സ് അടക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് പലരും ഗൂഗിൾ പേയുടെ QR കോഡ് പോലും എടുത്തു മാറ്റുന്ന സാഹചര്യം. ഞാൻ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു കടയുണ്ട്. ആ കടയിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച വരെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഗൂഗിൾ പേ ഇല്ല. അപ്പോൾ മുതലാളി പറഞ്ഞു പോലും ഗൂഗിൾ പേ ഇനിയില്ല, ഗൂഗിൾ പേ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വർക്ക് ചെയ്യാത്തൊരു സാഹചര്യമല്ല, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടുണ്ടായതുകൊണ്ടായിരിക്കും അദ്ദേഹം മാറ്റിയിട്ടുണ്ടാവുക. ഏതായാലും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കാശിന് അത്യാവശ്യം വന്നാൽ നമ്മൾ എന്തായാലും ATMലേക്ക് ഓടും. അവസാനം ATM 10,000 15,000 എടുക്കും. കാശ് പേഴ്സിലില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. കാശ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നും ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഇപ്പോൾ ATM കാർഡ് ATM സെൻറ്ററുകൾ ഒരുപാടുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു ATM സെൻറ്റർ നമ്മുടെ നാട്ടിൽ തുടങ്ങാം. ചില നാടുകളിൽ ATM സെൻറ്റർ ഉണ്ടാവില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ATM തന്നെ തുടങ്ങാം. അപ്പോൾ ATM തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ലാഭം എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ ഇങ്ങനെ പൈസ എടുക്കുകയും അല്ലെങ്കിൽ വല്ല പിൻ നമ്പർ മാറ്റാനോ വല്ല ATMൽ വന്നിട്ട് ബാലൻസ് നോക്കി കഴിഞ്ഞ ഒരു പൈസ കിട്ടും, അതുപോലെ ക്യാഷ് എടുത്ത് കഴിഞ്ഞ ഒരു പൈസ കിട്ടും, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത ഒരു പൈസ കിട്ടും. അങ്ങനെ എല്ലാ തരത്തിലും പൈസ കിട്ടും. ക്യാഷ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ഇല്ല കേട്ടോ. ക്യാഷ് വിഡ്രോ ചെയ്യാനും പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനും അതുപോലെ ബാലൻസ് ചെക്ക് ചെയ്യാനും ഇത്രയൊക്കെ ഫെസിലിറ്റീസേ ഉണ്ടാവുള്ളൂ. അതിനെല്ലാത്തിനും നമുക്ക് ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അത് എത്ര കിട്ടും, എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ATM സെൻറ്റർ തുടങ്ങാം എന്നതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെയുള്ള ഇൻഫർമേഷനുകൾക്കായിട്ട് നേരത്തെ അറിയാം ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ATM സെൻറ്റർ തുടങ്ങുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഏജൻസികൾ വഴിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾക്ക് കയറിയിട്ട് ഒരു ATM സെൻറ്ററൊക്കെ തുടങ്ങിയിട്ട് അതിൽ പൈസ എടുക്കാനും കൊടുക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. കോർ ബാങ്കിങ് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കാരണം ആൾക്കാർ ATMുമായിട്ട് വരുന്ന ഏതെങ്കിലും ബാങ്കിൻ്റെ ആയിരിക്കും. ഈ ATMൽ കുത്തി കഴിയുമ്പോൾ അതിൽ നിന്ന് പൈസ അടിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ സാധനം മൈനസ് ആയിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് കോർ ബാങ്കിങ് സിസ്റ്റം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ATM ആയിരിക്കും. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കംപ്ലീറ്റ് ഗവൺമെൻറ് RBI ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ നാട്ടിൽ ATM ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അമേസിങ് കാര്യം തന്നെയാണ്. എപ്പോഴും പൈസ കിട്ടുമല്ലോ, അതാണ് ഏറ്റവും വലിയ ഞാനിതിൽ കണ്ട ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി ഇരിക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ടത്, ആരാണ് പ്രൊവൈഡർ എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ATM കൊടുക്കുന്ന കമ്പനിയുടെ പേര് ഇൻഡി ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ATM സെൻറ്ററാണ്. ഇത് ഒരു പ്രോഡക്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് പേര് സ്ക്രീനിൽ കാണാൻ പറ്റും, എ ടാറ്റ പ്രൊഡക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് 100% വിശ്വാസമില്ല. ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി നിങ്ങൾ അറിയാത്തൊരു കമ്പനിയാണ്, നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാവും. ടാറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ അഭിമാനിക്കുന്ന ബഹുമാനിക്കുന്ന കമ്പനിയാണ് ടാറ്റ എന്ന് പറയുന്നത്. ടാറ്റയുടെ പ്രോഡക്റ്റാണ് ഇൻഡി ക്യാഷ് എന്ന് പറയുന്നത്. ഇൻഡി ക്യാഷിൻ്റെ ഒരു ATM സെൻറ്റർ ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ATM സെൻറ്റർ ഉണ്ട്. ഇത്തരത്തിൽ ഇൻഡി ക്യാഷിൻ്റെ ഒരു ATM സെൻറ്റർ നമ്മുടെ വീടിനടുത്ത്, നമ്മുടെ തൊട്ടടുത്തൊരു ചെറിയ ടൗൺ ഉണ്ടാവും, ആ ടൗണിൽ നമുക്ക് വെക്കാം. വേണമെങ്കിൽ മൾട്ടിപ്പിൾ ടൗണുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ATM സെൻറ്ററുകൾ വെക്കാം. എന്താണ് ബെനിഫിറ്റ്? ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇൻഡി ക്യാഷിൻ്റെ പേയ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണക്ട് വിത്ത് അസ് എന്ന് പറഞ്ഞൊരു പേജ് കൊടുത്തിട്ടുണ്ട്. ATM ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താലും ATM ഫ്രാഞ്ചൈസി ബി അവർ ഗ്രോത്ത് പാർട്ട്ണർ ക്യാഷ് എംപവേഴ്സ് എൻക്വയർ നൗ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബ്രൗസർ ഇവിടെ കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും 33% ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. 24/7 സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടോ ഓർ നിങ്ങൾ റെൻറ്റിനെടുത്ത 80 സ്ക്വയർ ഫീറ്റ് ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ATM അവിടെ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. ഇവരിവിടെ പറയുന്ന ഒരു കാര്യമാണ്. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഇവർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. 33% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി യുവർ ഗൈഡ് ടു ബി ആൻ ഇൻഡി ക്യാഷ് ATM ഫ്രാഞ്ചൈസി, അതിൻ്റെ ഫ്രാഞ്ചൈസിയുടെ ഡൗൺലോഡ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട്. റിസീവ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്, നിങ്ങൾക്ക് ട്രെയിനിങ്ങും സപ്പോർട്ടും കിട്ടും. സ്റ്റാർട്ട് യുവർ ATM ഫ്രാഞ്ചൈസി, നിങ്ങളുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ക്യാഷ് ലോഡിങ്, പ്രൊമോഷൻസ്, ഫസ്റ്റ് ലെവൽ, ഇങ്ങനെ കുറേ കാര്യം ചെയ്യാൻ പറ്റും. ഗെറ്റ് ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഹൈ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് ഇയറിൽ തന്നെ 33% അടിക്കാൻ പറ്റും. ഫ്ലെക്സിബിൾ ബിസിനസ് മോഡൽസ്, കംപ്ലീറ്റ് ഓൺ ബോർഡിംഗ് ഫോർമാലിറ്റീസ്, മേക്ക് മിനിമൽ ഇൻവെസ്റ്റ്മെന്റ്, ഓൺലി 5 lakh rupees, 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ടു സബ്ജക്ട് ടു ദ ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. റീഫണ്ടബിൾ സെക്യൂരിറ്റി എമൗണ്ട് ആട്ടോ അത്. റിസീവ് ട്രെയിനിങ് സപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെയാണ്. വീണ്ടും നമ്മൾ താഴോട്ട് വന്നു. ബെനിഫിറ്റ് ഓഫ് ഫ്രാഞ്ചൈസി, ഓണ്ടർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി, 24/7 സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് ആൻഡ് മിനിമൽ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ്, ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സക്സസ് സ്റ്റോറീസ് ഓഫ് അവർ ATM ഫ്രാഞ്ചൈസീസ്. രശ്മി പങ്കജാണ് ATM ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ട്. കപിൽ പാണ്ഡെ അദ്ദേഹം ATM ഫ്രാഞ്ചൈസി തുടങ്ങി. കുറേ ആൾക്കാർ ATM ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ട് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സോ എൻക്വയർ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പേര്, ഇമെയിൽ ID, പിൻകോഡ്, സ്റ്റേറ്റ്, സിറ്റി, ഏരിയ, ഫോൺ നമ്പർ, അഡ്രസ്സ്, കമൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്
നിങ്ങൾക്ക് ഇവിടെ ഇൻട്രസ്റ്റഡ് ആണോ, നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് അടക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതെല്ലാ കാര്യങ്ങളും ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാറ്റയുടെ ഇൻഡി ക്യാഷ് എന്ന് പറഞ്ഞ സ്വന്തമായിട്ടൊരു ATM സെൻറ്റർ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും. ഇവർ ഫോർ ബ്രാൻഡുകൾക്കും ഫോർ ബാങ്കുകൾക്കും എല്ലാം വേണ്ടിയിട്ടുള്ള സർവീസസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ബ്രൗഷർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബ്രൗഷർ ഒന്ന് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻവൈറ്റിംഗ് ആസ്പയറിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓൺടർപ്രണേഴ്സ്, എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ടു ജോയിൻ ഇൻഡി ക്യാഷ് ATM ഫ്രാഞ്ചൈസി, മിനിമൽ ഓൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റ്, ലൈഫ് ബിസിനസ് ആൻഡ് ഹൈ റിട്ടേൺസ്. നല്ല രീതിയിൽ പൈസ എന്തായാലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഈ ATM. ഈ ATMൽ ഞാൻ അറിഞ്ഞിടത്തേക്ക് നമുക്ക് 8 രൂപയാണ് നമുക്ക് ഈ പറഞ്ഞ ട്രാൻസാക്ഷനിൽ കിട്ടുക. അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് വിഡ്രോയിൽ നടത്തിയ 8 രൂപ കിട്ടും ഒരു ട്രാൻസാക്ഷനിൽ. അതുപോലെ തന്നെ നമുക്ക് ഈ പിന്ന് ചെക്ക് ചെയ്താലോ വാലറ്റ് എമൗണ്ട് ഒക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് 2 രൂപ കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് എന്നാണ് എനിക്ക് അറിഞ്ഞിടത്തേക്ക്. അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സെനാരിയോയിൽ അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് ഇവരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1.5 crore users per month, 8,300 ATMs ഉണ്ട്, 5,500 towns and villages, 27 സ്റ്റേറ്റ്, 27 സ്റ്റേറ്റുകളിലായിട്ട് ഇത്രയും നെറ്റ്വർക്ക് അവർക്കുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ATM റൂമിൻ്റെ റീഡിങ്നെസ്, സിവിൽ കാർപ്പൻട്രി, ക്യാഷ് ലോഡിംഗ് ബൈ ഫ്രാഞ്ചൈസി, ഇങ്ങനെയുള്ള സർവീസ് ATM റൂം റീഡ്നെസ് കൊടുത്തിട്ടുണ്ട്, റീഡിനെസ്. അതുപോലെ തന്നെ ഫ്രാഞ്ചൈസി ഓൺ ബോർഡിങ് കാര്യങ്ങൾ എൻ്റെ പ്രൊസീജിയറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്പേസ് ഓഫ് ATM 6x6 സ്ക്വയർ ഫീറ്റ് ആണ് അതിൻ്റെ സൈസ് കാര്യങ്ങൾ. അതുപോലെ തന്നെ സിഗ്നേച്ചർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പേസ് ഫോർ VSAT ഓൺ ദ റൂഫ്, VSAT സെറ്റ് ചെയ്യണം. അതായത് ടവറുണ്ട്, ആ ടവർ സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെറ്റപ്പ് ഒക്കെ വെക്കാനുണ്ട്. സിംഗിൾ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻസ് കാര്യങ്ങൾ, 1K പവർ കൊടുക്കണം. ഷോപ്പ് ഇൻ ഷോപ്പ് കണ്ട, ഷോപ്പിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഈ സംഭവം കൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വല്ല സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോപ്പോ ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ, നാട്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്ത് ബിസിനസ്സും ആ സ്റ്റാർട്ട് ചെയ്ത പിന്നെ ബിസിനസ്സിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു ATM കൂടി സ്റ്റാർട്ട് ചെയ്താലോ നിങ്ങളുടെ യൂസേഴ്സിന് വന്ന് ക്യാഷ് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ തരാൻ പറ്റും. അമേസിങ്. നിങ്ങളുടെ ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിൽ ഒരു 1000 കസ്റ്റമർ ഡെയിലി വരുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കി, 1000 കസ്റ്റമർ വരുന്നു, എന്തായാലും 100 കസ്റ്റമർ ഡെയിലി വന്നിട്ട് സാധനം വാങ്ങിച്ചു പോയി, 100×8 പൈസ വന്നാൽ ഒരു വരുമാനമായ. അങ്ങനെ പല രീതിയിലും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് നമ്മൾ ഒന്ന് ആലോചിക്കണം. 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 2 ലക്ഷം. 2 ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അത് റീഫണ്ടബിൾ ആണ്, നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ക്യാഷ് ലോഡിംഗ് ഫണ്ട് 3 ലക്ഷം രൂപ ക്യാഷ് ലോഡ് ചെയ്ത് നോക്കണം. ഇത്രയും എമൗണ്ട് സംഭവം സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ സ്റ്റാർട്ടിംഗ് ഫ്രാഞ്ചൈസി 5 ലക്ഷം രൂപ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സൂപ്പർ സേവർ ഡീൽ, മോർ ദാൻ 10% ഓഫ്, സേവ് 65,000, ഏൺ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഓഫ് മോർ ദാൻ 10% കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്, WC ആൻഡ് ASD 10% കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് ഫ്രീ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് 4,41,000. ഇൻട്രസ്റ്റ് ഫ്രീ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. TCPSL ഫ്രാഞ്ചൈസി ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്കോപ്പ്, അതിൻ്റെ ചാൻസ് കറക്റ്റ് ആണ്. സ്റ്റാർട്ട് ഏണിംഗ് ഫ്രം യുവർ ഫസ്റ്റ് ATM ട്രാൻസാക്ഷൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. 8 രൂപ പെർ ക്യാഷ് ട്രാൻസാക്ഷൻ, 2 രൂപ പെർ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. ഡെയിലി ട്രാൻസാക്ഷൻ 75, ടോട്ടൽ ട്രാൻസാക്ഷൻ 2250, ക്യാഷ് ട്രാൻസാക്ഷൻ 1575, നോൺ ക്യാഷ് 675, ക്യാഷ് പേ ഔട്ട് 12,600. ഡെയിലി ട്രാൻസാക്ഷൻസ് 100 ഉണ്ടെങ്കിൽ കിട്ടുന്ന എമൗണ്ട്, 150 കിട്ടുന്ന എമൗണ്ട്, 200 കിട്ടുന്ന എമൗണ്ട്, 250 ഡെയിലി ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നോൺ ക്യാഷ് പേ ഔട്ട് വേറെയുണ്ട്. മന്ത്ലി പേയ്മെൻ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്, ക്യാഷ് ലോഡിംഗ് ഉണ്ട്, ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, മന്ത്ലി ഏണിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും താഴെ നോക്കിയാൽ 7% ഒക്കെ മന്ത്ലി ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ടോട്ടൽ ക്യാഷ് ട്രാൻസാക്ഷൻ, ഡെയിലി ട്രാൻസാക്ഷൻ × 30, അതാണ് ടോട്ടൽ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ എന്ന് പറയുന്നത് ഒരു മാസം എത്ര ഉണ്ടാവും, അങ്ങനെയാണ് അത് കണക്ക് കൂട്ടുന്നത്. 10 ദിവസത്തേക്ക് 250 കണ്ടോ, 2250 ഒരു മാസം ടോട്ടലാണ്. അപ്പോൾ ഒരു മാസം കിട്ടുന്ന എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ബ്ലോഗിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. എടുക്കുക, നിങ്ങൾ നോക്കുക, ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ നാട്ടിലും സ്വന്തമായിട്ട് ഒരു ATM സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് നാടിൻ്റെ ഒരു വളർച്ചയ്ക്ക് നിങ്ങളൊരു സപ്പോർട്ട് ആവുക. എല്ലാവരും പൈസ എടുത്തിട്ട് അവിടെ നാട്ടിൽ തന്നെ ചിലവാക്കട്ടെ, സെറ്റ് ആവട്ടെ. സോ അതിലൂടെ നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള വരുമാനം ഉണ്ടാവട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് അവരെ കൂടി നാട്ടിലെ സ്വന്തമായിട്ട് ATM തുടങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.